അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും ചാടി വീഴുമല്ലോ. അങ്ങനെ ഞങ്ങളൊന്ന് ചാടി വീണു. ആ വീഴ്ചയിൽ പറ്റിയൊരു അനുഭവവും എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്നലെ തൃശ്ശൂർക്കൊന്ന് പോയതാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ട് കഴിഞ്ഞ് വരുന്നതോടുകൂടി കറക്റ്റ് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം റീലിൽ കണ്ട ഒരു ഷോപ്പുണ്ട്, അവിടേക്ക് നേരെ വണ്ടി വിട്ടു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ 90s കിച്ചൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. കയറി ചെല്ലുമ്പോൾ പഴയ പാട്ടുകളൊക്കെ ഇട്ടിട്ട് നമ്മളെങ്ങനെ എന്താ പറയുക നല്ല സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ഹോട്ടൽ. അപ്പം നമ്മളിവിടെ കയറിയിരുന്നു. ഒരു തട്ടിട്ട റൂമാണ് നമുക്ക് കിട്ടിയത്. ഇതൊരു പഴയ വീടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം സെറ്റ് ചെയ്യണം നമ്മുടെ കിച്ചുമോൻ. അങ്ങനെ ഞങ്ങൾക്ക് ഇലകൾ കിട്ടിയിരിക്കുകയാണ്. വാഴയിലയിലാണ് ഇവിടെ നമ്മളെ നെയ്ച്ചോറ് വിളമ്പുന്നത്. അത് വളരെയധികം ഒരു സന്തോഷം തോന്നി. നമ്മൾ പ്ലേറ്റിലാണ് നെയ്ച്ചോറൊക്കെ എപ്പോഴും കഴിക്കാറ്. പിന്നെ ഒരു ഭരണിയിൽ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് വന്നിരിക്കുകയാണ് ഗായ്സ്. എന്തായാലും റീലിൽ പറഞ്ഞ കഥകൾ സത്യമാണോ? നെയ്ച്ചോറും ബീഫും കിടിലനാണോ അതോ അലമ്പനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കി കാണേണ്ടി. ഇപ്പോൾ നല്ല ബിരിയാണിയാണ്, നല്ല ബിരിയാണി എന്നല്ല പറയണത്. അപ്പം നല്ല ബിരിയാണിക്ക് ഒരു മണം ഉണ്ടാവും, ചീഞ്ഞ ബിരിയാണിക്ക് വേറെ മണം. പരിപ്പ് എനിക്ക് ചേരുവ കേട്ടോ, ഞാനതൊരു കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഒഴിക്കാമല്ലേ, കുറച്ച് വന്നിട്ടാണ് തരി വെച്ചാൽ മതി. നോക്കിയിട്ട് പിന്നെ നമുക്ക് മതി വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കനും ബീഫും വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഡൻസി കൂട്ടും, വേഗം കഴിക്കും എന്നുള്ള ആ ഒരു ഫീൽ വരും. പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. കൊതി കൊണ്ട് ആരും എന്താ പറയുക എടുത്ത് ചാടാൻ പാടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഓവർ പ്രതീക്ഷകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള മനസ്സോടുകൂടി നമ്മുടെ ബിരിയാണിയിലേക്ക് ചിക്കനും അതിൻ്റെ ചാറൊക്കെ അങ്ങോട്ട് വീഴ്ത്താനുള്ളൊരു പരിപാടിയിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അമിതമായ പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയുക ഒരു ഗുമ്മിനില്ലെങ്കിൽ പണിപ്പാളും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക എല്ലാ ആവേശവും ഒഴിവാക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ചിക്കൻ കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ കറി അത്ര വലിയൊരു ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല എന്ന് പറയാം, മോശമല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ പരിപ്പ് കറി ഈ ചിക്കൻ കറിയുടെ കൂടെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ മോനെ സംഗതി സീൻ മാറും. പരിപ്പ് കറി വിത്തൗട്ട് നമ്മൾ ചിക്കൻ കറി മാത്രമാണ് കഴിക്കണമെങ്കിൽ അത്ര അങ്ങോട്ട് ഒരു സുഖകരമായിട്ട് തോന്നില്ല എന്ന് ഞാൻ പറയുള്ളൂ. ദെൻ നമ്മളടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ബീഫാണ്. ശരിക്കും ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ, നെയ്ച്ചോറും ബീഫ് കറി എന്നല്ലേ നമ്മളെപ്പോഴും പറയാം. നമ്മൾ നെയ്ച്ചോറും ബീഫും കൂടി അങ്ങോട്ട് ചുരുട്ടി പിടിക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഗംഭീരമായൊരു സംഭവം ഒന്ന് പ്രതീക്ഷ കൂടി തുടങ്ങി. കിച്ചുമോൻ്റെ ഒരു ആസ്വാദനം വേണ്ടിയിട്ടാണ്. ബീഫ് എടുത്തില്ലേ ഒരു പീസ്? എന്താ കിച്ചുമോൻ്റെ അഭിപ്രായം? ഇവിടെ നമ്മൾ തോറ്റുപോവാണ് ഗൈസ്. ഇവിടെ നമ്മൾ ശരിക്കും തോറ്റുപോവാണ്. ബീഫും നെയ്ച്ചോറും കൂടിയിട്ടുള്ള കോമ്പിനേഷനിലേക്ക് നമ്മൾ പരിപ്പ് കറിയും കൂടി ചേർത്താണ്ട് കഴിക്കുമ്പോണ്ടല്ലോ ശരിക്കും നമ്മൾ എന്താ പറയുക അതിലങ്ങോട്ട് അലിഞ്ഞു പോകാന്ന് പറയാം. അത്രയും അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും അതിൽ വലിയ കഥകളൊന്നും പറയാനില്ല. നല്ല സൂപ്പർ അടിപൊളി. ഇനി ഇതിൽ വേറെ വാക്കുകളൊന്നും പറയാനില്ല. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളവിടെ പോകണ്ടെങ്കിൽ ട്രൈ ചെയ്തോ. നെയ്ച്ചോറും ബീഫും വിത്ത് പരിപ്പ് കറി മിസ് ചെയ്യരുത്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു നമ്മളോട് ഇല പുറത്ത് ചേട്ടാ കൊണ്ടുപോയി ഇടണം ഇട്ടാന്ന്. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ കഴിച്ചാലേ. ഇങ്ങനെ പരിപാടി ഉണ്ട് കേട്ടോ, പൂച്ചയ്ക്ക് അന്നദാനം. ആ പൂച്ച കഴിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിലെ 90s കിച്ചൺ നമുക്ക് തന്ന എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു.